നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉപജീവനം തേടിയെത്തുന്ന പ്രവാസികൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് കൊടും ക്രൂരതയാണ്, പ്രത്യേകിച്ച് യുവതികൾക്ക്. ഗെത്താമ എന്ന സിനിമയൊക്കെ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചുവെങ്കിലും ഇപ്പോഴും സമാനമായ ക്രൂരത നേരിടുന്ന യുവതികൾ ഉണ്ട്. കുവൈറ്റിൽ നിന്നും അത്തരത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണിത്. കുവൈറ്റിലേക്ക് ജോലിക്കെന്ന പേരിൽ മനുഷ്യക്കടത്തിലൂടെ മലയാളി പെൺകുട്ടികളെ എത്തിക്കുന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുവൈറ്റിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ തൃക്കാക്കര സ്വദേശിനിയുടെ വെളിപ്പെടുത്തലുകളാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശിയത്. സംഭവത്തിൽ ഒന്നാം പ്രതി മജീദ് ഗൾഫിൽ ഒളിവിലാണ്. മജീദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. മജീദ് തന്നെയാണ് മനുഷ്യക്കടത്തിന്റെ ആസൂത്രകനെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മജീദിൻ്റെതായി ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഗൾഫിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും മൊയ്തു തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് അയച്ചു നൽകിയതാണ് ഈ വീഡിയോ എന്ന് കരുതപ്പെടുന്നു. പ്രസ്തുത വീഡിയോയിൽ കുവൈറ്റിലേക്ക് യുവതികളെ എത്തിക്കുന്നതിൻ്റെ ആസൂത്രകൻ കേസിലെ രണ്ടാം പ്രതിയും പത്തനംതിട്ട സ്വദേശിയുമായ അജു മേനോനാണെന്നാണ് മജീദ് തുറന്നു പറയുന്നത്. താൻ കുവൈറ്റ് റിക്രൂട്ടിംഗ് കമ്പനിയിലെ വെറുമൊരു ഡ്രൈവർ മാത്രമാണെന്നും അറബി പറയുന്നതിനനുസരിച്ച് പണം അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുമാണ് ഈ വീഡിയോയിലൂടെ മജീദ് വെളിപ്പെടുത്തുന്നത്. കേരളത്തിൽ നിന്ന് ഓരോ യുവതിയും അറബിയുടെ കയ്യിലെത്തുമ്പോൾ 1.5 ലക്ഷമാണ് അജുവിന് കമ്മീഷനായി ലഭിക്കുകയെന്നും പുറത്തുവിട്ട വീഡിയോയിൽ മജീദ് പറയുന്നു. അതേസമയം മജീദിന്റെ വിശദീകരണം പോലീസ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. യുവതികളെ കുവൈറ്റിൽ എത്തിക്കുന്നതിന് പിന്നിൽ മജീദ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അജു മോനും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മജീദിന്റെ വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കുവൈറ്റിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒരു യുവതിയെ നൽകിയാൽ അറബികൾ 2 ലക്ഷം രൂപ താൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് നൽകുമെന്നാണ് മജീദ് വീഡിയോയിൽ പറയുന്നത്. അതിൽ 1.5 ലക്ഷം രൂപ അജുവിന് കമ്മീഷൻ നൽകുമെന്നും മജീദ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ 30 പേർ അജു വഴി കുവൈറ്റിൽ എത്തിയിട്ടുണ്ടെന്നും മജീദ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള യുവതികളെക്കാൾ അറബികൾക്ക് പ്രിയം മലയാളി യുവതികളാണെന്ന് മനുഷ്യക്കടത്തിൽപ്പെട്ട് മടങ്ങിയെത്തിയവർ മുൻപ് വെളിപ്പെടുത്തിയ വസ്തുതയാണ്. അതുകൊണ്ടുകൂടിയാണ് കടത്തുകാർ വൻതുക നൽകി മലയാളി യുവതികളെ മറുനാടുകളിൽ എത്തിക്കുന്നതും. മജീദിന്റെ വെളിപ്പെടുത്തലുകളും ഇക്കാര്യങ്ങൾ തന്നെയാണ് ശരിവയ്ക്കുന്നതും. അതേസമയം മജീദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളുമായി കേരള പോലീസ് മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് മജീദിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. ഇയാളുടെ സഹായിയായ കോഴിക്കോട് സ്വദേശിയെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അറസ്റ്റിലായ രണ്ടാം പ്രതി അജുമോൻ രവിപുരത്ത് ഗോൾഡൻ വിയ എന്ന സ്ഥാപനം നടത്തിയിരുന്നു. ഈ സ്ഥാപനത്തിന്റെ മാനേജറായി പ്രവർത്തിച്ച കൊല്ലം സ്വദേശി ആനന്ദിനെതിരെയും സൗത്ത് പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മനുഷ്യക്കടത്ത് കേസിൽപ്പെട്ട് മടങ്ങിയെത്തിയ തൃക്കാക്കര സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഇയാളുടെ പേരുള്ളത്. എന്നാൽ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്.